ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മയ്യത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. മയ്യത്തപ്പം എന്നും പറയും, പിന്നെ ഏലാഞ്ചി എന്നൊക്കെ പറയട്ടെ. ഇതിനെങ്ങനെയാണ് ഈ മയ്യത്തപ്പം എന്നുള്ളൊരു പേര് വന്നതെന്ന് അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. എന്തായാലും ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ കേൾക്കാറുള്ളത് ആ ഒരു പേരിലാണ്. എന്നാൽ പിന്നെ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു മയ്യത്തപ്പത്തിനുള്ള ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈദയും മുട്ടയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ ഒരു മാവിൻ്റെ ബാറ്റർ വേണ്ടത്. ഇനി അത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള കാഷ്യൂസും അതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കിസ്മിസും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചതച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ശർക്കര എല്ലാം നല്ല മെൽറ്റായിട്ട് നമ്മളെ ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കുക. ഓരോ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരെണ്ണം ഇവിടെ സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുത്താൽ നമ്മൾ മയ്യത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏലാഞ്ചി എന്നും പറയും. ഇത് പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മയ്യത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.